സാധിച്ചെന്ന് ചോദിച്ചപ്പോ അലിയാർ തങ്ങളുടെ ഈമാനിന്റെ കടുകട്ടിയുള്ള മറുപടി കേട്ടോ. ഭൂമിക്ക് ആ സമയത്തൊരു കൊളുത്തുണ്ടായിരുന്നെങ്കിൽ അലി ഇബ്നു അബീ ത്വാലിബ് ഭൂമിയെ പരിചയാക്കുമായിരുന്നു. എന്തൊരു ഈമാനാ മുഅ്മിനീങ്ങളെ. ആ അലിയാര് തങ്ങളെ ആ റസൂലുള്ളാഹി വിളിച്ചത്. മറ്റൊരാള് ഉബൈദ റളിയല്ലാഹു അൻഹു വയോധികനാ, 60 കഴിഞ്ഞ ആളാ. മക്കള് വരണ്ടാന്ന് പറഞ്ഞിട്ടും താല്പര്യപ്പെട്ട് ബദറിലേക്ക് വന്ന ആളുമാണ്. 3 ആളെ വിളിച്ചു ചുരുക്കി പറയട്ടെ, ഹംസത്തുൽ കറാർ തങ്ങളും അലിയാര് തങ്ങളും അവരുടെ ശത്രുക്കളെ വീഴ്ത്തി. ഉബൈദ തങ്ങളുടെ കാൽത്തൊടയിൽ ശക്തമായ വെട്ടേറ്റ് രക്തം ധാരധാരയായി ഒഴുകുമ്പോ അലിയാർ തങ്ങളും ഹംസത്തുൽ കറാർ തങ്ങളും സഹായിച്ചു. ശേഷം ഉബൈദ തങ്ങളെ താങ്ങിയെടുത്തിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ്, ആരംഭ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട ഹദറത്തിലേക്ക് കൊണ്ടുവരുമ്പോ ഒരു വേള ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ രക്തമൊഴുകുന്ന സമയത്തുമോ അതൊന്നുമല്ല ഉബൈദ തങ്ങളുടെ പ്രശ്നമോ. വഞ്ചകളം വിട്ട് വരുന്നോർ ഞാനേ വെളിവർ ഷഹീദാമോ അനപന്മാനേ. അപ്പയും മഹാനായ ഉബൈദ തങ്ങളുടെ പ്രശ്നമോ, ഈ അവസ്ഥയിൽ ഞാൻ മരിച്ചു പോയാൽ എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടൂലേ? ജീവനായിട്ട് പോകുന്ന ബേജാറല്ല, ഞാൻ ഷഹീദിന്റെ കൂലിക്ക് കിട്ടൂലേ? ചെഞ്ചൽ ഷഹീദാവും നീ ഉബൈദ, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലിയാ. അപ്പയാ മഹാനവറുകൾക്ക് സമാധാനമായത്. 14-ൽ 13 ആളുകളും ബദറിലാണ്. ഉബൈദ തങ്ങൾ മാത്രം കുറച്ചുകൂടി അപ്പുറത്തേക്കാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ അവിടെയൊക്കെ എത്താനും സിയാറത്ത് ചെയ്യാനും ഒക്കെ. പറഞ്ഞത് ഈ മഹാന്മാരായ ബദരീങ്ങൾ സർവ്വതും സമർപ്പിച്ച, അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവ്വതും സമർപ്പിച്ചിറങ്ങിയ മഹാന്മാരായ ബദരീങ്ങള്, അവരുടെ അസ്മാ നമ്മൾ ചെല്ലുന്നത് അതിനു മുമ്പ് നമ്മൾ പറഞ്ഞതോ ദുആഇന്റെ മര്യാദയാണ്. സ്വാലിഹീങ്ങളായ അടിമകളെ കൊണ്ട് തവസ്സുൽ ചെയ്യണമെന്ന്